കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ. ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ലോകമെങ്ങും നമുക്കൊന്നിച്ച് അല്പസമയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ തിരുസന്നിധിയിലിരിക്കാൻ ഒരവസരം കൂടെ കർത്താവ് തന്നിരിക്കുക. തിരുവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമം. നമ്മുടെ TV പ്രോഗ്രാം കാണുന്ന പലരെയും പലയിടത്ത് വെച്ചും കാണുമ്പോൾ അവരെന്നോട് പറയാറുണ്ട്, ബ്രദറെ, അല്പസമയം ദൈവവചനത്തിന് മുമ്പിൽ ആയി തുടങ്ങുന്ന ഓരോ ദിവസവും ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ആ ദിവസം ഒരു എന്താ പറയുന്നത്, ഒരു വലിയ ബൂസ്റ്റ്. ആ വചനവുമായി കർത്താവിൽ നിന്ന് ലഭിച്ച സന്ദേശമായ ദിവസത്തെ നേരിടുമ്പോൾ ഏത് പ്രതിസന്ധി അതിജീവിക്കാനുള്ള ബലം ലഭിക്കുക സത്യം തന്നെയാണ്. ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ ഈ TV പ്രോഗ്രാമിലൂടെ തിരുവചനത്തിന് മുമ്പിൽ ഇരിക്കാൻ നമുക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലല്ല ഇരിക്കുന്നത്, മറിച്ച് നിങ്ങളും ഞങ്ങളും നമ്മളെല്ലാവരും ചേർന്ന് തിരുവചനത്തിന് മുമ്പിലായിരിക്കുന്നത്. ഇന്ന് ഒരു പ്രത്യേക വിഷയം നമുക്കൊന്നിച്ച് ഒന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വളരെയധികം കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഴയ നിയമം പ്രസംഗിക്കണോ പുതിയ നിയമം പ്രസംഗിക്കണോ, രണ്ടും കൂടെ മിക്സ് ചെയ്ത് പ്രസംഗിക്കണോ? ഒത്തിരി ചോദ്യചിഹ്നങ്ങളാണ്. നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം പഴയ നിയമത്തെ തള്ളിക്കളയണോ, പുതിയ നിയമമാണോ, ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ വരുമ്പോൾ തിരുവചനം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ ദിവസങ്ങളിൽ ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ കാര്യം ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ എടുത്തു കാണിച്ചൊരു വാക്യമുണ്ട്. എൻ്റെ ഉള്ളത്തോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്, മകനെ, പഴയ നിയമം പ്രസംഗിക്കാനോ പുതിയ നിയമം പ്രസംഗിക്കാനോ അങ്ങനെ ഒന്നും അല്ലല്ലോ വചനത്തിൽ നീ വായിക്കുന്നത്. വചനത്തിൽ എന്താ വായിക്കുന്നത്? വചനം പ്രസംഗിക്കാമെന്ന്. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ്ലീഹയാണ് തിമോഥെയോസിന് എഴുതുമ്പോൾ ഈ വചനം പറയുന്നത്. വചനം പ്രസംഗിക്കുക ഒരു കമാൻഡാണ്. നീ പഴയ നിയമം പ്രസംഗിക്കുക, പുതിയ നിയമം പ്രസംഗിക്കുക, തിരുവെഴുത്ത് പ്രസംഗിക്കുന്നൊന്നുമല്ല, വചനം പ്രസംഗിക്കുക. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. 2 തിമോഥെയോസ് 4-ാം അധ്യായം 1 മുതൽ തന്നെ ശ്രദ്ധിക്കണം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഇവിടെ പൗലോസ്ലീഹ പ്രസംഗകനായ സുവിശേഷകനായ ഒരു സഭയുടെ പാസ്റ്ററായ കുറേ സഭകളുടെ ചുമതലയുള്ള ഒരു ഓവർസിയറായ തിമോഥെയോസ് എന്ന് പറയുന്ന ആ യുവ സഭാ നേതാവിനോട് പറയുക, അപ്പോസ്തലൻ പറയുക, ഞാൻ സത്യം ചെയ്ത് നിന്നോട് കൽപ്പിക്കുന്നത്. ദിസ് ഈസ് എ കമാൻഡ്. എന്താണ് കൽപ്പിക്കുന്നത്? വചനം പ്രസംഗിക്കുക, പ്രീച്ച് ദ വേർഡ്. അതായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ മനസ്സിൽ ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ ഉണ്ട്. ഞാൻ പഴയ നിയമം പ്രസംഗിക്കണോ പുതിയ നിയമം പ്രസംഗിക്കണോ, ഏതാ നമുക്കുള്ളത്? ആ വാക്യം എടുക്കാമോ ഈ വാക്യം എടുക്കാമോ? നമ്മളെല്ലാവരും ഇന്ന് തന്നെ കേൾക്കുന്നവർ വചനം പ്രസംഗിക്കുന്നവരുണ്ട്, പലയിടത്തും വചനം കേൾക്കുന്നവരുണ്ട്. TV പ്രോഗ്രാമിലൂടെ സഭകളിലൊക്കെ ഈ കാലഘട്ടത്തിൽ വചന കേൾവിക്ക് ഒട്ടും കുറവില്ല. പക്ഷേ അതിനിടയിൽ നമുക്കൊക്കെ ഒരു ചോദ്യം, ഞാൻ ഏതെടുക്കണം, ഏത് പ്രസംഗിക്കണം? ഇതാണ് അതിനുള്ള മറുപടി: വചനം പ്രസംഗിക്കുക. പ്രിയപ്പെട്ടവർ, എന്തായി വചനം?
വചനമെന്ന് പറയുന്ന ഒരു പുസ്തകമല്ല, അതൊരു വ്യക്തിയാണ്. ആ വചനമത്രേ കർത്താവായ യേശു ക്രിസ്തു. അപ്പോസ്തലന്മാരെല്ലാം വചനം എന്ന് പറയുമ്പോൾ തന്നെ ആ വചനം കർത്താവായ യേശു ക്രിസ്തുവാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താ പ്രസംഗിക്കേണ്ടത്? യേശു ക്രിസ്തുവിനെ. അപ്പോൾ പലരും പറയും അത് സുവിശേഷം പറയുമ്പോഴല്ലേ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടത്, രക്ഷിക്കപ്പെടുന്ന വരെ. നോ, അല്ല. രക്ഷിക്കപ്പെടാനും യേശു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. രക്ഷയിലായവരെ, കർത്താവിനെ സ്വീകരിച്ചവരെ രക്ഷയിൽ വളർത്താനും യേശുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. യേശുവാണ് വചനം. നമുക്ക് 2-3 വാക്യങ്ങൾ ഒന്ന് നോക്കാം. ദൈവവചനമെന്ന് പൗലോസ്ലീഹ ഒരു ഭാഗത്ത് എബ്രായർ ലേഖനം 4:12 ദൈവത്തിൻ്റെ വചന ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് എന്ന് പറയുന്നൊരു വാക്യം എല്ലാവർക്കും പരിചിതമാണ്. ഞാനൊന്ന് വായിക്കാം. എബ്രായർ 4:12 ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പലത് മനസ്സിലേക്ക് വരും. ബൈബിൾ, പഴയ നിയമം, പുതിയ നിയമം, വാക്കുകൾ, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയാണ് ഈ ദൈവത്തിൻ്റെ വചനം ഹൃദയങ്ങളെയും ഭാവങ്ങളെയും എല്ലാം വിവേചിക്കുന്നതും ആകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം 13-ാം വാക്യം എബ്രായർ 4:12 വായിച്ച് 13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ളതും മൂർച്ചയുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയാം അവനുമായിട്ടാകുന്നു. അതുമായിട്ടാണെന്നല്ല, വചനത്തെ അതെന്നല്ല, അവനെന്നാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുവിനെയാണ് ഇതുവരെ കർത്താവിനെ അറിയാത്തവരോടും പ്രസംഗിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. കർത്താവിലായി സഭയിലായവരോടും പ്രസംഗിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. അതാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. നമ്മളിങ്ങനെ വായിക്കുന്നു, ആദിമസഭ അവർ കൂട്ടായ്മ ആചരിച്ചു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോസ്തലന്മാരെന്നാ ഉപദേശിച്ചേ? അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. നമുക്ക് ഇനിയും 1-2 വേദഭാഗങ്ങൾ കൂടെ നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ആരാ? കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. നമ്മൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആകണ്ട. യേശുക്രിസ്തുവിനെയാണ് വിശ്വാസിക്ക് കൊടുക്കേണ്ടത്. യേശുക്രിസ്തുവിനെയാണ് ഇതുവരെ കർത്താവിനെ അറിയാത്തവർക്ക് കൊടുക്കേണ്ടത്. നമുക്കൊരു വ്യക്തിയെ പ്രസംഗിക്കാം, സബ്ജക്റ്റുകളല്ല. ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങൾ കൃപയുടെ പ്രസംഗകരാണോ, ന്യായപ്രമാണത്തിൻ്റെ പ്രസംഗകരാണോ? പ്രിയപ്പെട്ടവരെ, അത് നിശ്ചയമായിട്ട് സുവിശേഷം കൃപയുടെ സുവിശേഷമാണല്ലോ. അപ്പോൾ തന്നെ നമ്മൾ കൃപയുടെ സുവിശേഷം, വേറൊരു സുവിശേഷം, അങ്ങനെയൊന്നുമില്ല. ഒരാളേ ഉള്ളൂ, അത് യേശുവാണ്. നമ്മൾ പലപ്പോഴും ഈ വ്യക്തിയെ വിട്ടിട്ട് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാദവും തർക്കവുമായി വലിയ ഇഷ്യൂസ് ആകുക. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 5:39-40 വാക്യങ്ങൾ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ പുസ്തകത്തിനകത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒക്കെ ഇരിക്കുക. പുസ്തകം സെർച്ച് ചെയ്യുക, ആ വാക്യം അങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു, ഞാൻ ദേ ഇവിടെ നിൽക്കുക, എൻ്റെ അടുക്കലോട്ട് വരുന്നില്ല. ഇതല്ലേ അറിയാതെ നമ്മളും സംഭവിച്ചു പോകുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സുവിശേഷവും ഈ സുവിശേഷവും പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ പറഞ്ഞ് പുസ്തകത്തിലേക്കാണ് പലപ്പോഴും പോകുന്നത്. വി ആർ നോട്ട് ദ പീപ്പിൾ ഓഫ് എ ബുക്ക്. നമ്മൾ പുസ്തകത്തിൻ്റെ ആൾക്കാരല്ല, നമ്മുടെ ഒരു വ്യക്തിയുടെ ആൾക്കാരാണ്. നമ്മുടെ കർത്താവ് പുസ്തകം മടക്കി നമുക്കറിയാം, സിനഗോഗിൽ വെച്ച് കർത്താവ് പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് കർത്താവ് ഇറങ്ങിച്ചെന്ന ശീമോൻ്റെ വീട്ടിലേക്ക്, അടുത്ത ഭവനങ്ങളിലേക്ക്. അത് ആ വചനം, പഴയ നിയമം ദൈവവചനമല്ലേ? അതെ. പഴയ നിയമം തിരുവെഴുത്തല്ലേ? അതെ, തിരുവെഴുത്താ. പുതിയ നിയമം തിരുവെഴുത്തല്ലേ? അതെ, പുതിയ നിയമത്തെയും തിരുവെഴുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തെയും തിരുവെഴുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പത്രോസ്
തൻ്റെ ലേഖനത്തിൽ പൗലൂസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 2 പത്രോസ് 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. പൗലൂസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് പത്രോസ് പറയുക, ഇതിനെക്കുറിച്ച് പറയുന്ന തൻ്റെ സകല ലേഖനങ്ങളിലും നമ്മുടെ സഹോദരനായ പൗലൂസും നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വായിക്കുന്നത്. നമ്മുടെ പ്രിയ സഹോദരനായ പൗലൂസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അപ്പം പൗലൂസ് പത്രോസിൻ്റെ എഴുത്തുകളെ തിരുവെഴുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലൂസ് തിമോഥെയോസിനോട് പറയുമ്പോൾ പഴയ നിയമ ഗ്രന്ഥങ്ങളെ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തെയും തിരുവെഴുത്തും തന്നെയാണ് പൗലൂസ് വിളിക്കുന്നത്. പുതിയ നിയമത്തെയും തിരുവെഴുത്തുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമ തിരുവെഴുത്തുകൾ വചനം വരാൻ പോകുന്നെന്ന് വെളിപ്പെടുത്തി. പുതിയ നിയമ തിരുവെഴുത്തുകൾ വചനം അഥവാ വചനമായവൻ വന്നു എന്ന് പറയുന്നു. പഴയ നിയമത്തിൽ തിരുവചനമുണ്ടോ? തിരുവചനം വരാൻ പോകുന്നു എന്ന് പറയുന്നതായിരുന്നു പഴയ നിയമം. ആരാ തിരുവചനം? കർത്താവായ യേശു ക്രിസ്തു. പുതിയ നിയമ തിരുവെഴുത്തുകൾ എന്ത് പറയുന്നു? വചനമായവൻ വന്നതിനെക്കുറിച്ച് പറയുന്നു. വചനമായവൻ പറഞ്ഞു, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കും, അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പം കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ ഇവിടെ വെളിപ്പെട്ടപ്പോൾ പോലും ക്രിസ്തു പൂർണ്ണമായി വെളിപ്പെട്ടില്ല. ക്രിസ്തു പൂർണ്ണമായി വെളിപ്പെട്ടത് എന്തൊരു സത്യമല്ലേ! കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് ക്രിസ്തുവിനെ മാനവജാതിക്ക് വെളിപ്പെടേണ്ട പോലെ വെളിപ്പെട്ടത് അപ്പോസ്തലന്മാർ മുഖേന. അതാണ് തിരുവചനം. വചനമായവനെയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്, നാം കേൾക്കേണ്ടത്. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളും ഞാനും ഒരു കുടുംബം അംഗമായി. വി ആർ വൺ ഹെവൻലി ഫീസ്റ്റ് ഫാമിലി. ഒരു പക്ഷേ നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങളുടെ വിശ്വാസം വേറെ ആയിരിക്കാം, ആരാധിക്കാൻ വേറെ സ്ഥലത്തായിരിക്കും പോകുന്നത്. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, TV പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഓക്സിജൻ. ഞങ്ങളുടെ ഓരോ ദിവസത്തിലെയും ഓക്സിജൻ സപ്ലൈ കിട്ടുന്നത് TV പ്രോഗ്രാമിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും കൈകോർക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പല TV പ്രോഗ്രാമിലൂടെയും അനേകം മദ്യപാനികൾ രൂപാന്തരപ്പെട്ടു. ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരുന്ന കുടുംബങ്ങൾ കർത്താവിലേക്ക് വന്നു. നിങ്ങൾ പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ TV പ്രോഗ്രാമിനെ കർത്താവ് ഉപയോഗിച്ചു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഈ TV പ്രോഗ്രാമുകൾ പലരും സ്പോൺസർ ചെയ്യാൻ മുമ്പോട്ട് വരുന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. ദൈവവചനത്തിലൊരു മനോഹരമായ വചനമുണ്ട്, അവർ ഐക്യപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും. വാസ്തവത്തിൽ നിങ്ങൾ ഞങ്ങളെ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ ഐക്യയാണ് ചെയ്യുന്നത്. ആൻഡ് ഐ നോ ഈ TV പ്രോഗ്രാം ഒരു ക്രൂസൈഡിനേക്കാളും വലുതാണ്. അതിൻ്റെ കാരണം ഒന്ന്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിറയുന്ന അത്രയും പേരല്ല ഇത് കാണുന്നത്. ലോകമെമ്പാടും പല രാജ്യത്തിലിരിക്കുന്നവരും ഗ്രൗണ്ടിലോട്ട് വരേണ്ട, വീട്ടിലിരുന്ന് ഈ വചനം ശ്രവിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. നമ്മളിതെല്ലാം കൂടെ ചെയ്താൽ ഈ പുതിയ കാലത്ത് ഈ ശുശ്രൂഷ ഏറ്റവും എഫക്റ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ഈ കാര്യത്തിന് ബന്ധപ്പെടുവാൻ ഈ ഫോൺ നമ്പർ ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. മിഷൻ മന്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയാനും എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നറിയാനും ഈ നമ്പറിൽ വിളിക്കുക. സോ നിങ്ങൾ പ്രാർത്ഥിക്കണം, that God will open doors, that your heart will open and you will do it. So പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ നമ്പറുകളിൽ, ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ you can know how you can give. God bless you. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682.
പൗലൂസ് തിമോഥെയോസിനോട് പറയുമ്പോൾ ഈ ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ശണ്ട ജനിപ്പിക്കും. നീ ആവശ്യമില്ലാത്ത തർക്കങ്ങൾക്കും നമ്മൾ ഈ വചനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ ഒരിക്കലും എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ അറിയാം, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തർക്കിക്കാനോ നമ്മുടെ മിടുക്ക് തെളിയിക്കാനോ ഒന്നല്ല. മറിച്ച് നമ്മളെ ഈ തിരുവെഴുത്തുകൾ, പഴയ നിയമത്തിലെ തിരുവെഴുത്തും പുതിയ നിയമത്തിലെ തിരുവെഴുത്തും ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ടോ, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ടോ, വചനത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ടോ, അതിനുവേണ്ടിയാണ് നൽകപ്പെട്ടത്. അപ്പോൾ തന്നെ പഴയ നിയമം അതിനെക്കുറിച്ച് വ്യക്തമായി 2 കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും അവരുടെ ഹൃദയങ്ങളിൽ, യഹൂദനെക്കുറിച്ചാണ് പറഞ്ഞത്, അവരുടെ ഹൃദയങ്ങളിൽ ഒരു മൂടുപടം കിടക്കുകയാണ്. എന്നാൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോവും. അപ്പോൾ പഴയ നിയമം വായിക്കുന്ന യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയത്തിൽ മൂടുപടം കിടക്കുകയായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ ഊതി തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ അവരുടെ ബുദ്ധിയെ തുറന്നു. തുടർന്ന് അപ്പോസ്തലന്മാർ പഴയ നിയമം ഉപയോഗിച്ചപ്പോഴൊക്കെ അവരെന്തിനാണ് പഴയ നിയമം എടുത്ത്? യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന്, യേശു ക്രിസ്തു ഇവിടെ അവതരിക്കാൻ പോകുന്നെന്ന്, മശിഹ വരാൻ പോകുന്നെന്ന്, ദൈവം മനുഷ്യനായി അവതരിക്കാൻ പോകുന്നെന്ന് പഴയ നിയമത്തിൽ പല സ്ഥലത്തിലും പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. മോശ പറഞ്ഞു, മറ്റ് പ്രവാചകന്മാർ പറഞ്ഞു, സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോഴും തൻ്റെ മറ്റപ്പോസ്തലന്മാരോട് സംസാരിക്കുമ്പോഴും, ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം എടുത്താൽ അവിടെ കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ മോശ തുടങ്ങി സകല പ്രവാചക പുസ്തകങ്ങളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കർത്താവ് ഇങ്ങനെ പറഞ്ഞില്ല, പഴയ നിയമത്തിലെ മുഴുവൻ എന്നെക്കുറിച്ചാണെന്ന് പറഞ്ഞില്ല, അതിൽ എന്നെക്കുറിച്ചുള്ളത് ഇതാ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, കണ്ണു തുറക്കപ്പെട്ടപ്പോൾ തിരുവെഴുത്തുകളിൽ മറഞ്ഞിരുന്ന, അല്ലെങ്കിൽ തിരുവെഴുത്തുകളിലൂടെ പ്രവചിച്ചിരുന്ന ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുക. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ക്രിസ്തുവിനെയാണ്. സോ നമുക്കൊരു പുസ്തകത്തിൻ്റെ അടുത്തേക്കല്ല, പുസ്തകം നമ്മളെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നടത്തട്ടെ. തിരുവെഴുത്തുകൾ ആ യേശു ക്രിസ്തുവിലേക്ക്, അവൻ ജീവനോടെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ആ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാം. ആ കർത്താവ് നമ്മളെല്ലാം ഒന്നാക്കി തീർക്കും. ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ഭിന്നിപ്പിക്കില്ല. നമ്മൾ തമ്മിൽ തർക്കിച്ച് ഒന്നിലേക്കും പോവുകയല്ല, മറിച്ച് ഈ മേക്സ് അസ് വൺ. 1 പത്രോസ് 1-ാം അധ്യായം 23-ാമത്തെ വാക്യം നമുക്കെല്ലാം വളരെ അറിയാവുന്നൊരു വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം 23-ാം വാക്യം, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഈ ദൈവവചനത്തെ ഒരു ബീജമെന്നും കൂടെ പറയുക, വിത്താണ്. നിങ്ങൾ വീണ്ടും ജനിച്ചത്, നിങ്ങളുടെ ഉള്ളിൽ ജനനം നടന്നത് ഒരു വിത്തിനാലാണ്, ഒരു ദൈവവചനത്താലാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, അല്പം താഴട്ട്, സകല ജഡവും പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ല് വാടി, പൂ ഉതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. അപ്പം ഞങ്ങൾ പ്രസംഗിച്ച വചനം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ്. അത് വിത്താണ്. അത് വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരികയാണ്, നമ്മൾ പുതിയ സൃഷ്ടികളായി തീരുകയാണ്. ഇനി അതിൻ്റെ അടുത്ത വാക്യത്തിൽ, ഇപ്പോൾ ഒരാൾ കർത്താവിലേക്ക് വരുന്നത്, വിശ്വാസത്തിലേക്ക് വരുന്നത് ഈ വചനത്താലാണ്. വചനമാകുന്ന ബീജം ഉള്ളിൽ ചെന്ന് ഇനി ആൾ വളരുന്നതോ, അതിൻ്റെ അടുത്ത വാക്യം, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയം എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. പഴയ നിയമം പുതിയ നിയമം ഒന്നും ഇവിടെ പറയുന്നില്ല, വചനം കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പം ജനിച്ചത് വചനത്താലാണെങ്കിൽ വളരുന്നത് വചനത്താലാണ്. അതേതാണ് ആ വചനം? അടുത്ത വാക്യത്തിൽ, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. പാല് കുടിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ പറയുകയാണ് ടേസ്റ്റ്, ഇംഗ്ലീഷിൽ ഇങ്ങനെ ടേസ്റ്റ് ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. കർത്താവിനെ ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ വചനമാരാ? കർത്താവ് തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ കർത്താവിലേക്ക് നടത്തുമ്പോൾ ഒരു സുവിശേഷ പ്രസംഗകൻ എന്താ പ്രസംഗിക്കേണ്ടത്? ദാവീദിൻ്റെ കഥയല്ല, മോശയുടെ കഥയല്ല, അല്ലെങ്കിൽ യേശുക്രിസ്തു കുറേ അത്ഭുതം അടയാളം ചെയ്തു എന്ന് മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിലെ എല്ലാ പ്രസംഗത്തിലും യേശുക്രിസ്തുവിൻ്റെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്ന അപ്പോസ്തലന്മാർ പ്രസംഗിച്ച് 10ഓളം പ്രസംഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. അവിടെ എല്ലാ പ്രസംഗത്തിലും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയായി യേശു ഉയർത്തെഴുന്നേറ്റു.
ഇത് വിശ്വസിക്കുന്ന നിമിഷം വിശ്വസിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് ക്രിസ്തു വരികയാണ്. ആ വ്യക്തിക്ക് വീണ്ടും ജനനം ഉണ്ടാകുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതായ ദൈവവചനത്താൽ തന്നെ ആ വിത്തിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതാണ് ഞങ്ങൾ പ്രസംഗിച്ച വചനം. അതാണ് ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. അതാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. ഇനി ആ ജനിച്ചവരോട് പറയുക, നിങ്ങൾ വളരണമല്ലോ. ഇനി യേശുവിനെ തന്നെയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവിനെ തിന്നാൻ പറഞ്ഞു. ഇവിടെ കർത്താവിനെ പാലായിട്ട് പറയുക, യേശുവിനെ ടേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. യേശുവിനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ വെച്ച് ഇവനെ പിടിച്ച് തിന്നാൻ പറ്റുമോ? ഇവൻ്റെ മാംസം തിന്നാൻ പറ്റുമോ? വാസ്തവത്തിൽ എന്താ? വാസ്തവത്തിൽ ഈ വചനം വരുമ്പോൾ ആ വചനത്തിൽ കൂടെ കർത്താവാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പം ആ കഥയും ഈ കഥയും പൗലോസ്ലീഹ തിമോഥെയോസിനോട് പറയുമ്പോൾ പറയാണ്, നിങ്ങൾ യഹൂദ കഥകളെ ശ്രദ്ധിക്കാതെയും അന്തമില്ലാത്ത വംശാവലികളുടെ പുറകെ പോകാതെ വെറുതെ ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു, അറിവ് ചീർപ്പിക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാതെ ക്രിസ്തുവിലേക്ക് ജനം വരട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങളിൽ വളരട്ടെ, ആത്മീക വർധനയ്ക്കും വിശ്വാസം വർദ്ധിക്കുന്നതിനുമുള്ള കാര്യങ്ങളല്ലാതെ കുറേ തർക്കസൂത്രങ്ങൾ നമുക്ക് വേണ്ട എന്നാണ് പൗലോസ്ലീഹ പറയുകയും മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ അവരെ കഠിനമായി ശാസിക്കാൻ പൗലോസ്ലീഹ തിമോഥെയോസിനോടൊക്കെ പറയുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ഉപദേശകരായി പലരും മാറിയെന്ന് തിമോഥെയോസിൻ്റെ 1-ാം ലേഖനത്തിൽ വായിക്കുന്നു. ക്രിസ്തുവിലേക്ക് നടത്തുന്നില്ല, ന്യായപ്രമാണത്തിൻ്റെ ഉപദേഷ്ടാക്കന്മാരായി പലരും മാറാൻ ഇച്ഛിക്കുന്നു. അത് നമുക്ക് ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്നിച്ച് ചിന്തിക്കാം. ഇനി വളരെയേറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണോ ശുശ്രൂഷകരാണോ, നമുക്കൊരിക്കൽ കൂടെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം. നമുക്ക് പുസ്തകത്തിലെ കുറേ കാര്യങ്ങൾ, അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു, കുറേ അക്ഷരങ്ങളാക്കി വേണമെങ്കിൽ പുതിയ നിയമം പറയുന്നതും പഴയ നിയമം പറയുന്നതും ഒക്കെ കേവല അക്ഷരങ്ങളാക്കി മാറ്റാൻ പറ്റും, കുറേ ഉപദേശങ്ങളാക്കി മാറ്റാൻ പറ്റും. നമ്മളൊരു ഉപദേശത്തിൻ്റെ അടുക്കിലേക്കല്ല വന്നിരിക്കുന്നത്. നമ്മുടെ സഭയ്ക്ക് എത്ര ഉപദേശമുണ്ട്, എത്ര ടീച്ചിങ് ഉണ്ട്, ഇതൊന്നുമല്ല. ഓരോ ദിവസവും യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന കർത്താവിൽ വളർത്തി യേശുവാകുന്ന വചനത്തെ ആ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവങ്ങളിൽ കൂട്ടാളിയായി ഓരോ വിശ്വാസി ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരുവാൻ, പുതിയ നിയമത്തിലൊക്കെ പറയുന്ന വേദഭാഗം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരട്ടെ എന്ന് നമുക്ക് കുറച്ച് വേദഭാഗങ്ങളോട് ഒന്നിച്ച് ചിന്തിക്കാം. സോ എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുക. നിങ്ങളൊരു സുവിശേഷകനാണോ, ഒരു പാസ്റ്ററാണോ, ഒരു ബൈബിൾ വിദ്യാർത്ഥിയാണോ, ഒരു ഏതെങ്കിലും ഒരു സഭയിൽ കടന്നു പോകുന്ന ഒരു വിശ്വാസിയാണോ, നമുക്കെല്ലാം ഒരു രക്ഷകനേ ഉള്ളൂ, യേശു മാത്രം. നമുക്കെല്ലാം ഉയർത്താൻ ഒരു ആനേ ഉള്ളൂ, അത് യേശു കർത്താവ് മാത്രം. നമ്മുടെ വചനങ്ങളിൽ കൂടെ, നമ്മുടെ പ്രസംഗത്തിൽ കൂടെ ക്രിസ്തുവോട് വെളിപ്പെടട്ടെ. സ്നേഹവാനായ കർത്താവിൻ്റെ കരം ജനങ്ങൾ കാണട്ടെ. ആ കരം നീളുന്നിടത്ത് രോഗികൾ സൗഖ്യമാവും. നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ വചനം സുവിശേഷകർ കടന്നുപോയി പ്രസംഗിച്ചു, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് തൻ്റെ വചനത്തെ ഉറപ്പിച്ചു. നമ്മൾ വചനം പറയുമ്പോൾ അഥവാ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിക്കുന്നു, നിങ്ങളുടെ സമീപമുണ്ട് എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പ്രസംഗിച്ചാൽ ആ വചനത്തെ കർത്താവ് ഉറപ്പിക്കും, അറ്റസ്റ്റ് ചെയ്യും, സീൽ ചെയ്യും. അതെ, ഇതാ എൻ്റെ വചനം, ഇതാ എൻ്റെ വചനമെന്ന്. പലരും അത്ഭുതങ്ങളെ അടയാളങ്ങളെയൊക്കെ തള്ളിപ്പറയാറുണ്ട്. വചനം പറയാൻ വലിയ അത്ഭുതം അടയാളമാണോ? പ്രിയ സഹോദര, വചനം പറഞ്ഞാൽ, വചനമായവൻ ഒരിടത്ത് വെളിപ്പെട്ടാൽ, അവൻ പാലസ്തീനിൽ വെളിപ്പെട്ടപ്പോൾ വചനമായവൻ എന്തൊക്കെ ചെയ്തോ ഇന്നും വചനം വെളിപ്പെട്ടാൽ അതെല്ലാം സംഭവിക്കും. അന്ന് വചനമായവൻ രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്നും സൗഖ്യമാക്കും. ആ വചനമായവൻ, ആ ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമെന്ന് പറയുമ്പോൾ വെട്ടാനാന്ന് തോന്നും, വെട്ടുകയല്ല, സ്നേഹത്തിൻ്റെ മൂർച്ചയാണത്. അത് ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങും, ഭാരങ്ങൾ വെളിപ്പെടുത്തും, നിരാശകൾ എടുത്ത് മാറ്റും. ആ വചനത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ അടുക്കലേക്ക് വരിക. ഞാൻ അവനെ പ്രസംഗിക്കുന്നതിൽ സന്തോഷിക്കുന്നു. തകർന്നൊരു വ്യക്തിയാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്? യേശുവേ, അങ്ങനെക്കായി ഉയർത്ത് ജീവിക്കുന്നു, എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റേതായി മാറും. രോഗികളാണോ എന്നെ കേൾക്കുന്നത്? വചനം അയച്ച് കർത്താവ് സൗഖ്യമാക്കി എന്ന് വായിക്കുന്നു. അയച്ച വചനം ഏതാ? ബൈബിൾ അയച്ചെന്നല്ല, ജീവനുള്ള കർത്താവിനെ അയച്ച് സൗഖ്യമാക്കി. ഇന്ന് അതേ വചനമാണ് ഈ വാക്കുകളിൽ കൂടെ, ഈ വചനത്തിൽ കൂടെ അതേ യേശുവാണ് നിങ്ങളെ സ്പർശിക്കുന്ന. ക്യാൻസർ സൗഖ്യമാവും,
ആ ബന്ധനങ്ങൾ അഴിയും, ആ കെട്ടുകൾ പൊട്ടും, ഭാരങ്ങൾ മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പാ, ഞങ്ങളിവിടെ കേട്ട ആ വചനം, യേശുവാകുന്ന വചനം, ഉയർത്തെഴുന്നേറ്റ് യേശുവാകുന്ന വചനം ഇന്ന് ഓരോ മക്കളെ സ്പർശിക്കുന്നതിനായി സ്തോത്രം. പാലസ്തീനിൽ ജഡമായി തീർന്ന വചനം നടന്നെങ്കിൽ ഇന്ന് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ആ വചനം കർത്താവെ മക്കളെ തൊടണമേ. ഹൃദയത്തിൽ ആ സമാധാനത്തോടിരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കണമേ. ഭാരത്തിലിരിക്കുന്നവർ വിടുതലാകട്ടെ. രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങളെ ശാസിക്കുന്നു. തലവേദനകൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ. നെഞ്ചുവേദനയായി നാളുകളായി ഭാരപ്പെടുന്ന വ്യക്തി, കർത്താവ് നിന്നെ സൗഖ്യമാകും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ വ്രണങ്ങളും മാറട്ടെ, ആ ഓപ്പറേഷനുകൾ മാറിപ്പോകട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏത് ഭാരത്തിലാണോ എൻ്റെ മക്കളിരിക്കുന്നത്, നിങ്ങളുടെ കരം തൊട്ട് വിടുവിക്കുന്നതിനായി സ്വത്രം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, മറ്റ് വിവിധ ജോലി കാര്യങ്ങൾ ഇടപെടുന്നവർ, അവരുടെ അധ്വാനത്തെയും പ്രവൃത്തിയെയും അങ്ങ് അനുഗ്രഹത്താൽ നിറച്ച് മാനിക്കണം കർത്താവെ. അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്ക് വീണ്ടും നമ്മൾ തുടരുകയാണ്. പഴയ നിയമം പ്രസംഗിക്കണോ, പുതിയ നിയമം പ്രസംഗിക്കണോ, കൃപ പ്രസംഗിക്കണോ, ന്യായപ്രമാണം പ്രസംഗിക്കണോ? വചനം പ്രസംഗിക്കുക, ആ വചനമായവനെ പ്രസംഗിക്കുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. തോമസ് കുട്ടി ബ്രദർ ജൂൺ 16 ജർമ്മനിയിൽ ശുശ്രൂഷിക്കുന്നു. തോമസ് കുട്ടി ബ്രദർ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 19 വെള്ളി. ശുശ്രൂഷകൾ വൈകിട്ട് 7 മുതൽ 9 വരെ. യോങ്കേഴ്സ്. ജൂൺ 20 ശനി വൈകിട്ട് 7 മുതൽ 9 വരെ. കേരള സെൻറ്റർ, എൽമോണ്ട്, ക്യൂൻസ്. ജൂൺ 21 ഞായർ രാവിലെ 9:30 മുതൽ 12:30 വരെ. കേരള സെൻറ്റർ, എൽമോണ്ട്, ക്യൂൻസ്. देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तू